എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറേ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പ്രിലിംസിന് ചെക്ക ചോദിച്ച മോഡലുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. എന്നാലും റിവിഷൻ വരുമ്പോൾ നിങ്ങൾ ആ പഠിച്ചത് നിങ്ങൾ കുറെ നാളുകൊണ്ടേ പഠിക്കുന്നില്ലേ ടോപ്പിക് അനുസരിച്ച്. അപ്പം എന്റെയും കൂടെ ഒരു റിവിഷനും കൂടെ കേട്ട് കേട്ട് ഇരിക്കുക. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണേ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജോലി കിട്ടൂ. കാരണം അല്ലാതെ കുറെ ടോപ്പിക്ക് പഠിച്ചു എന്നല്ല. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. പലരും പറയും സാറേ മോക്ക് ടെസ്റ്റ് എപ്പോഴും കിട്ടും, എത്ര കിട്ടും എന്നല്ല. അതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണക്ട് ചെയ്താലും മതി. 21 മുതൽ 25 വരെ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, അത് ഒരെണ്ണം എടുത്തു വെച്ചിട്ട് തനിയെ ചെയ്യുക. ഇന്ന് ചിലപ്പോൾ 100-ൽ 30 മാർക്ക്, 40 മാർക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളായിരിക്കും. നിങ്ങളുടെ ടോപ്പിക്ക് മൊത്തം തീർന്നിട്ടില്ലല്ലോ. പഠിച്ചു കയറി വരുമ്പോഴല്ലേ നിങ്ങൾക്ക് നല്ല മാർക്കിലോട്ട് എത്തത്തോളൂ. എന്നാലും ചെയ്യണം. എന്തുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയുന്നത്? മാർക്ക് കുറഞ്ഞോട്ടെ, തെറ്റിക്കോട്ടെ, ഓരോ ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടും. നിങ്ങളത് അറിയും. കേരളത്തിലെ ബീച്ചുകൾ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഭാഗവും നിങ്ങളുടെ തലയിലേക്ക് കയറും. ഇന്ന പരീക്ഷയ്ക്ക് ഇന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പഠിച്ച് ടോപ്പിക്കും അനുസരിച്ച് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് സെറ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും. പിന്നെ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരുത്തുള്ളൂ. എല്ലാം പഠിച്ചു എന്ന് പലരും പറയും. കുറെ പരീക്ഷ എഴുതി നോക്കുന്നു എന്നും പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കി, OMR ഷീറ്റിൽ തന്നെ എഴുതി നോക്കി. OMR ഷീറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കണം വീട്ടിൽ. കുറെ ചെയ്ത് വെച്ചേരാ. ഇതൊക്കെ പരീക്ഷ സമയത്തല്ലേ വെക്കണ്ടേ? ഓരോരുത്തരെ കണ്ടിട്ടില്ലേ കുറെ ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ എഴുതി തീർത്ത പേനകൾ, എഴുതി തീർത്ത ബുക്കുകൾ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാം റീൽസുകളൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇടണ്ടേ. അപ്പൊ അടുത്ത വരുന്ന പരീക്ഷ, ഇഷ്ടംപോലെ പരീക്ഷകൾ വരുന്നുണ്ട്. ഇപ്പൊ പ്രായപരിധിയും ഉയർത്തിയിട്ടുണ്ട്. കുറെ പേർക്ക് ഒരു ആശ്വാസമായി അല്ലെ? അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, മുന്നോട്ട് വരുന്നവരെ മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ഫ്രഷ് ആയാലും ആരായാലും ആദ്യം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന അവരാണ് ജോലി കിട്ടുന്നത്. കുറെ പേർക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് പോയി എന്ന് പറയില്ലേ. പലരും പറയും എനിക്ക് ഭാഗ്യമൊന്നുമില്ല സാറേ, ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോ അത് എന്റേത്, ഞാൻ എഴുതുന്ന പരീക്ഷ ഭയങ്കര പാടായിരിക്കും, അടുത്ത ജില്ലയിൽ ചോദിക്കുന്ന പരീക്ഷ ഭയങ്കര എളുപ്പമായിരിക്കും, ഞാൻ പഠിച്ച ചോദ്യം എല്ലാം അതിലുണ്ടായിരുന്നു സാറേ എന്ന് പറയാറുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ ഇനി വരുന്നത് മുന്നോട്ടുള്ള പരീക്ഷ. ആ പരീക്ഷയിൽ പഠിച്ചതൊക്കെ വരണേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇൻസ്റ്റഗ്രാമും നോക്കി യൂട്യൂബിൽ എപ്പോഴുമായിരുന്നു ഇന്ന് ക്ലാസ്സുകൾ നോക്കി അങ്ങനെ ഇരിക്കരുത്. ടോപ്പിക്ക് നിങ്ങൾ തീർത്തു എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് കൊണ്ടുവരണം. പിന്നെ റിവിഷന് വേണ്ടി ഇത്ര സമയം മാറ്റി വെക്കുക കേട്ടോ. ആഴ്ചയിൽ വെക്കാം, ദിവസവും വെക്കാം കേട്ടോ. മാക്സിമം ആഴ്ചയിൽ വെക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെ പുതിയ ടോപ്പുകൾ പഠിച്ചിട്ട് ശനി ഞായറും ആ റിവിഷൻ കൊണ്ടുവരണം. ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസം, മാസത്തിലെ ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞ മാസത്തെ പഠിക്കണം. അതുപോലെ കറണ്ട് അഫേഴ്സ് മന്ത്ലി തന്നെ ദിവസേന പഠിക്കുകയും ചെയ്യണം. മന്ത്ലി ആക്കണം. ആ PDF അങ്ങ് മന്ത്ലി ആക്കണം. അല്ലെങ്കിൽ ബുക്കിൽ അങ്ങനെ ആക്കിയിട്ട് അത് റിവിഷൻ നടത്തണം. അങ്ങനെയാകുമ്പോൾ സെറ്റ് ആവും. എന്തായാലും ഇറങ്ങി തിരിച്ചു. വരുന്ന വാക്കുകളും നെഗറ്റീവുകളും ഒക്കെ കേട്ടൊക്കെ മടുത്താണ്. പലരും ഇപ്പം വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങാതിരുന്ന് പഠിക്കുന്നവരാണ്. കാരണം എപ്പോഴും അങ്ങ് ആൾക്കാർ ചോദിച്ച് ഇരുന്ന് പഠിച്ചവര് ചോദിച്ചിരിക്കും. അവർ എപ്പോഴും കുറെ വർഷം കൊണ്ട് പഠിക്കുന്നു, ഇനി കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ ഇപ്പൊ പല ഫംഗ്ഷനും പോകുന്നില്ല, ബന്ധുവീടുകളിൽ പോകുന്നില്ല. പലരും ഇപ്പൊ അങ്ങനെ ചെയ്യും. കാരണം എന്താണ്? ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇനി പോയാ പിന്നെ കാരണം അന്നത്തെ ദിവസം പോക്കാം. ഇവരുടെ ഈ നെഗറ്റീവ് പറച്ചിൽ അമ്മക്കും അങ്ങ് വിഷമ, ഇനി എത്ര. കാരണം നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകുന്ന രീതിയല്ല. കാരണം ഒരു പരീക്ഷ വന്ന ആ പരീക്ഷ വിളിച്ചു, അതിന് ഡേറ്റ് ഇട്ടു, പരീക്ഷ നടന്നു, പിന്നെ റിസൾട്ട്, ഷോർട്ട് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു, അതിന് ആളിനെ എടുക്കണം. ഇത് എത്ര നേരത്തെ ഉള്ള പ്രോസസ്സിങ്. ഇത്രയും നാള് നിങ്ങൾ സഹിച്ചേ പറ്റൂ. അപ്പൊ ഓരോന്ന് കൈവിട്ട് പോകുമ്പോ അടുത്തത് നേടണം എന്ന വാശി ഉണ്ടാകണം. അടുത്തതും കൈവിട്ട് പോയി, ഞാൻ ഇനി അതിനടുത്തത് നേടട്ടെ എന്ന രീതിക്ക് ഇന്ന് എത്ര വർഷം പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ നെഗറ്റീവുകളും എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്ന ഭാഗം ഒക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിക്കണം കേട്ടോ. മാത്സ് റിവിഷൻ നടത്തണം. മാത്സ് ഒക്കെ പലരും പറയും മാത്സ് പാടാണ് സാറേ. ആയിക്കോട്ടെ, പാടാണ്, എല്ലാവർക്കും പാടാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാത്സുകൾ എഴുതി പഠിച്ചുകൂടെ? വരി, നിരയും, കോണളവും, ഹസ്തദാനം, ശരാശരി, അംശബന്ധം, പിന്നെ സംഖ്യ, LCM, HCF, അങ്ങനെ ചെറുതീന്ന് തുടങ്ങുമ്പോഴാ വലുതിലോട്ട് നിങ്ങൾ എത്തുന്നത് കേട്ടോ. എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ലട്ടെ. ചിലവര് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും, ചിലവര് നാക്കിലൂടെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ചിലവർ കുറേ നേരം വായിച്ചാലേ മനസ്സിലാവും, ചിലവർ പഠിച്ചു വെച്ചാൽ ഉടനെ 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോകും. അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്യാരക്ടറാണ് ഓരോരുത്തർക്കും. നിങ്ങളുടെ ക്യാരക്ടർ ചിലപ്പോൾ പറയും സാറേ ഇപ്പൊ എത്ര പഠിച്ചാലും എനിക്ക് തലയിൽ നിൽക്കുന്നില്ല, കറണ്ട് അഫേഴ്സും ഓർമ്മ വയ്ക്കുന്നില്ല, വേർഡുകളൊന്നും നിൽക്കുന്നില്ല, സയൻസ് വേർഡുകളൊക്കെ പാട് ആണ്. പഠിക്കുന്ന സമയത്ത് ഇതെല്ലാവർക്കും പാട് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? പാടാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേർഡുകൾ നിങ്ങൾക്ക് ഇഷ്ടം
ഇഷ്ടപ്പെടുവടെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലയിച്ച് അതിലേക്ക് അങ്ങ് വരും കേട്ടോ. വേറെ നോക്കണ്ട, എന്തായാലും ഇറങ്ങിത്തിരിച്ചു ആൾക്കാരുടെ മുമ്പിലും പ്രഹസനങ്ങൾക്കും ഒക്കെ ഇനി വഴി കൊടുക്കൽ. കാരണം ചിലവർ പറയും കുറെ വർഷം കൊണ്ട് പഠിച്ചിട്ട് ആണ്ട് നിർത്തിയിട്ട് ആ പ്രൈവറ്റ് ജോലിയിൽ വന്നിരിക്കുന്നു, എന്നേ പറഞ്ഞതല്ലേ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നു. ചിലവർ ബന്ധുക്കൾ തന്നെ പറഞ്ഞു കൊടുക്കുക കാണും, ഇനി ഇങ്ങനെ കുത്തിയിരിക്കാതെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന പറയാം. അത് നോക്കരുത് ഒരിക്കലും, അവരെ ഒരിക്കലും നിങ്ങൾ നോക്കരുത്. കാരണം എന്താ, ഏറ്റവും കൂടുതലും ഇതിന് ഒരു PSC ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ നെഗറ്റീവ് ആൾക്കാരെ വരത്തുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ കിട്ടണ്ട എന്ന രീതിയിലാണ്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളും നിങ്ങളും ഉണ്ടായിരുന്നാൽ മാത്രം മതി. അച്ഛനോ അമ്മയോ ഹസ്ബൻഡോ നിങ്ങളുടെ ഭാര്യയോ ഏതാണോ അത് മതി, ബാക്കി ആരെയും നോക്കണ്ട. ഉള്ളത് കൊണ്ട് കഴിഞ്ഞ്, ആഹാരം ഉള്ളത് കൊണ്ട് കഴിച്ച് പഠിക്കുക, പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം പരീക്ഷകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും നല്ല റാങ്ക് നേടണം. അപ്പൊ നിങ്ങളുടേതായ കഴിവിനനുസരിച്ച് നോക്കാം. പിന്നെ താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവർ ഹെവി ആയിട്ട് പഠിക്കുന്നു, അവർക്ക് 100 കിട്ടുന്നു, 90 കിട്ടുന്നു, അതൊന്നും നോക്കണ്ട. ആവശ്യകത ജോലി നിങ്ങളുടെ. അപ്പൊ നിങ്ങൾക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഇന്ന് 40 മേടിച്ച 50ആയി, 60ആയി, 70ആയി കയറിക്കൊണ്ടേയിരിക്കുക. വേറെ ചിന്താഗതിയിൽ പോവാതിരിക്കുക കേട്ടോ. അറിഞ്ഞുകൂടാത്തതൊക്കെ ചെയ്ത് പഠിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുറെ പേരുടെ അനുഭവങ്ങൾ കാണുന്നത് കൊണ്ടാണ്. കുറെ പേര് അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞവരും ഇപ്പൊ സന്തോഷത്തോടെ ഗവൺമെന്റ് ജോലി നിൽക്കുന്നവരും ഒക്കെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം പല പ്രോസസ്സും പലരുടെയും ഈ രീതികൾ കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് സർവീസിൽ ഓരോരുത്തരും ഇരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ചിന്താഗതിക്കാർ തന്നെയാണ്. ഓക്കെ, ഒത്തിരി ഞാൻ പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ പറയും കത്തിയടിച്ചു പോയി, ഇയാൾ ഇപ്പോഴൊന്നും തീരത്തില്ല, ഒത്തിരി 5 മിനിറ്റ് ആയി, ഇനിയും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു കളയും. നമുക്ക് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാം. പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്തണോടെ, പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്തട്ടെ. ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുമ്പോൾ അതിലൂടെ റിവിഷൻ നടത്താം. നോക്കേ, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നമുക്കറിയാം ഇടുക്കിയാണെന്ന് അറിയാം. കാരണം നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പൊ ഇടുക്കിയാണ്. അപ്പൊ ഇടുക്കിയുടെ വിസ്തീർണം എത്ര എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ജില്ലയുടെ ഇടുക്കിയായതിന്റെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ്? 4612 ആണ്. അതായത് എങ്ങനെയാണ് ഇടുക്കി ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് ചോദിച്ചാൽ, എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്ത് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. ഏത് പഞ്ചായത്തിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? എറണാകുളത്തിലെ കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഇടുക്കിയിലെ എങ്ങോട്ട് കൊണ്ടു ചേർത്തു? ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് ചേർത്തപ്പം ഇടുക്കി ഒന്നാം സ്ഥാനത്തായി. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയിലല്ലേ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്? ആണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാ? ഇടുക്കിയാ. അപ്പൊ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. വനം ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാലും ഇടുക്കിയാണ്. തേയില ഏറ്റവും കൂടുതൽ, തേയില, ഇഞ്ചി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കി. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം ഇടുക്കിയില്ലേ? വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടാ? ഇടുക്കിയിലെ വട്ടവടയാണ്. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കിയിലെ വട്ടവടയാണ്. ഏലം ഗവേഷണ കേന്ദ്രം എവിടാ? ഇടുക്കിയിലെ മയിലാടും പാറയാണോ പാമ്പാടും പാറയാണോ? ഏലം ഗവേഷണ കേന്ദ്രം. രണ്ടും ഉത്തരമായി വരും അല്ലെ. മയിലാടും പാറയും പാമ്പാടും പാറയും വരും. എങ്ങനെയാ? ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ അല്ലെ. ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം ഏതാണ്? പാമ്പാടും പാറ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ, ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറ. ദേശീയത്താണ് മയിലാടും പാറ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഏതാണ്? പാമ്പാടും പാറയാണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഏതാണ്? പാമ്പാടും പാറ. നമുക്കൊരു പാമ്പാടും ചോല ഉണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് പാമ്പാടും ചോലയാണ്. ഏറ്റവും ആദ്യത്തെ ദേശീയ പാർക്ക് ഇരവികുളം അല്ലേ? ആണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഇരവികുളമാണ്. 1978 വന്നത്. 1978 ദേശീയ പാർക്ക് ആക്കുന്നത് ഇരവികുളം ദേശീയ പാർക്കിനെയാണ് അല്ലെ. ഈ ഇടുക്കി ജില്ലയിലല്ലേ ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രമുള്ളത്? ആണ്. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശമെന്നും നക്ഷത്ര ആമകളെ കാണപ്പെടുന്നതും പന്നിമൂക്കൻ തവള എന്നൊക്കെ പെട്ടിട്ടില്ലേ? പന്നിമൂക്കൻ തവള, നക്ഷത്ര ആമകളെ കാണപ്പെടുന്നതും നക്ഷത്ര ആമകൾ, കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം, ഇതെല്ലാം കാണപ്പെടുന്നത് ചാമ്പൽ മലയെണ്ണാൻ, ഇതൊക്കെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നക്ഷത്രയാമകൾ, ചാമ്പൽ മലയെണ്ണാൻ, കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാലും ചിന്നാറാണ്. ചിന്നാർ വന്നത് 1984. ചാവച്ചുള്ള 3 പേര് വരുന്നത് 84 പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ചിന്നാർ അമ്പത്തിയാല്, പിന്നെ ചിമ്മി
ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി 84, ചെന്തുരുണി ഇല്ലേ കൊല്ലം ജില്ലയിലെ ചെന്തുരുണിയും വരുന്നത് 84ആണ്. അപ്പൊ ചിന്നാർ 84, ചെന്തുരുണി 84, ചിമ്മിനി എവിടെയായിരുന്നത് 84. ചിമ്മിനി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി. തൃശ്ശൂർ എന്ന് കേട്ടാൽ മനസ്സിൽ ഓർമ്മ വേണ്ട കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂര്. കേരള സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, കേരള കലാമണ്ഡലം, ഉണ്ണായി വാര്യർ സ്മാരകം, ഇതൊക്കെ എവിടെയാ? തൃശ്ശൂരാണ് അല്ലെ. കേരള സാഹിത്യ അക്കാദമി വന്നത് 1956 തൃശ്ശൂരാണ്. കേരള സംഗീത അക്കാദമി വന്നത് 1958 തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമി വരുന്നത് 1962 തൃശ്ശൂരാണ്. കേരള കലാമണ്ഡലം വരുന്നത് 1930 തൃശ്ശൂരാണ്. അപ്പൊ സാഹിത്യ അക്കാദമി 56 വന്നു, സംഗീത അക്കാദമി 58 വന്നു, ലളിതകലാ അക്കാദമി 62 വന്നു. കേരള കലാമണ്ഡലം ഏത് വർഷം വന്നത്? 1930 വന്നത്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമി, നാടൻകലാ അക്കാദമി, അത് കണ്ണൂര് ചിറക്കല 95 വന്നു, 96 ഉദ്ഘാടനം ചെയ്തു അല്ലെ. 95 ഇത് വരുന്നത്. പ്രവർത്തനം തുടങ്ങുന്നത് 96 കൂടിയാണ്. എവിടെ ആസ്ഥാനം? കണ്ണൂര് ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമി, നാടൻകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം കേരള കലാമണ്ഡലം ഏത് വർഷമാണ്? 1930. ഏത് നദിയുടെ തീരത്താ? ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം. ഭാരതപ്പുഴ 3 ജില്ലകളിലൂടെ ഒഴുകുന്ന, ഇതൊക്കെ മുമ്പ് റിവിഷന്, എന്നാലും ഒന്നും കൂടെ ഒന്ന് കേൾക്കണം. ഭാരതപ്പുഴ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു. ഏതൊക്കെയാ? തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം അല്ലെ. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറമാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലല്ലേ? മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയിലല്ലേ? ആണ്. മലമ്പുഴ അണക്കെട്ട് മാമാങ്കം നടന്നിരുന്നത്. മാമാങ്കം ഏത് ക്ഷേത്രത്തിലാണ് നടന്നത്? മലപ്പുറത്ത് തിരുനാവായിക്കടുത്തുള്ള നാവാമുകുന്ദ ക്ഷേത്രം അല്ലെ. മാമാങ്കം നടന്നിരുന്ന ക്ഷേത്രം ഏതാണ്? മലപ്പുറത്ത് തിരുനാവായിക്കടുത്തുള്ള നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് മാമാങ്കം നടന്നിരുന്നത്. ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. എവിടെ നിന്നാ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പൊന്നാനിക്കടുത്ത് വെച്ച് എവിടെ പതിക്കുന്നു? അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലെ. മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ 1895 വന്ന്. 1895 വന്ന മുല്ലപ്പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ ഗാർഡൻ ഒക്കെ പാലക്കാട് ജില്ലയിലല്ലേ? അവിടെ അല്ലേ യക്ഷി എന്ന് പറയുന്ന ഒരു ശില്പമുള്ളത്? കാനായി കുഞ്ഞിരാമൻ നായർ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഗാർഡനിലാണ്. ഓർത്തു വെച്ചിരിക്കണം. ധോണി വെള്ളച്ചാട്ടം പാലക്കാടാണ്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം പാലക്കാട് അല്ലേ? ആണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം പാലക്കാട് ജില്ലയിലെ. കൊല്ലംകോട് പാലക്കാടല്ലേ? കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാടല്ലേ? കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാട്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എവിടെ? അതും പാലക്കാടാണ്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. അപ്പൊ ധോണി വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. വിസ്തീർണം എത്ര? 4612 ചതുരശ്ര കിലോമീറ്റർ. അടുത്തതാ നല്ല 2 പോയിന്റ് എഴുതിയേക്കുന്നുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവിന്റെ പേരാണ് കൊലുമ്പൻ മൂപ്പൻ എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയാണോ? ആണ്. കേരളത്തിലെ ഏറ്റവും വലുത് ഇടുക്കി തന്നെയാണ്. 1975 വന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കമ്മീഷൻ ചെയ്തത് 76 രാജ്യത്തിന് സമർപ്പിക്കുന്നതൊക്കെ 76 ഇടുക്കി ജലവൈദ്യുത പദ്ധതി വന്ന വർഷം 1975 അത് അതിന് വഴി കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവാരാണ്? കൊലുമ്പൻ മൂപ്പനാണ്. അതുപോലെ നമ്മുടെ വയനാട് ജില്ലയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമല്ലേ താമരശ്ശേരി ചുരം? വയനാട്ടിലേക്കുള്ള ഈ താമരശ്ശേരി ചുരത്തിന് വഴി കാണിച്ചു കൊടുത്തതും ബ്രിട്ടീഷുകാർക്ക് ഒരു ആദിവാസി നേതാവാണ്, കരിന്തണ്ടൻ. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തത് കൊലുമ്പൻ മൂപ്പനാണ്. താമരശ്ശേരി ചുരത്തിന് വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടനാണ് അല്ലെ. താമരശ്ശേരി ചുരം വയനാട്ടിലാണോ? അല്ല. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് പറയേണ്ടത് കേട്ടോ. വയനാട് ചുരം എന്നൊരു അപരനാമം കൂടിയുണ്ട്. താമരശ്ശേരി ചുരത്തിന് മറ്റൊരു പേരെന്താണ്? വയനാട് ചുരം. കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ താമരശ്ശേരി ചുരം? അന്ന് കോഴിക്കോടിനെ മൈസൂരുമായി
ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. വയനാട് ചുരം എന്ന് പറയുന്നുണ്ട്. വയനാട്ടിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയല്ലി ആണ്. വയനാട്ടിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്കിടിയാണ് അല്ലെ. എന്താ ലക്കിടിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്? കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നത്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലക്കിടിയാണ്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് അത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. നമുക്ക് പാലക്കാട് ജില്ലയിൽ ഒരു ലക്കിടി ഉണ്ട്. പാലക്കാട് ജില്ലയിലെ ലക്കിടി ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുഞ്ചൻ നമ്പ്യാർ ഭവനം പാലക്കാട് ജില്ലയിലെ ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനത്ത് അല്ലെ. പാലക്കാട് ജില്ലയിലെ ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനത്തിലാണ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ ഭവനം സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എന്ന് ചോദിച്ചാൽ കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിന്റെ ജനകീയ കവി എന്ന് വിളിക്കുന്നത് ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ആദ്യത്തെ തുള്ളൽ കൃതി. ഏതാ? കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതി. അപ്പം കുഞ്ചൻ നമ്പ്യാരുടെയാണ് ആദ്യത്തെ തുള്ളൽ കൃതി എന്ന് വിളിക്കുന്നത് കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതി. ഈ പാവങ്ങളുടെ കഥകളി എന്ന് വിളിക്കുന്നത് ഓട്ടംതുള്ളലിനെയല്ലേ ആണ്. പാവങ്ങളുടെ കഥകളി എന്ന് വിളിക്കുന്നത് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാര. അപ്പൊ മലയാളത്തിന്റെ ജനകീയ കവി, ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിച്ചാൽ ആരെയാണ്? കുഞ്ചൻ നമ്പ്യാരെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ പാവങ്ങളുടെ കഥകളി ഏതാണ്? ഓട്ടംതുള്ളലാണ്. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നത് കൂടിയാട്ടത്തിനെയാണ്. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം, അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം, പിന്നെ നമ്മുടെ കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കൂടിയാട്ടമാണ്. ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണം അവിടെ. ഒരു കൂടിയാട്ടം പൂർണ്ണമായി അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം അവിടെ? 41 ദിവസം വേണം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ്. കൂടിയാട്ടത്തിനും കൂത്തിനും ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? മിഴാവാണ് കൂടിയാട്ടത്തിനും കൂത്തിനും ഉപയോഗിക്കുന്ന വാദ്യം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരെയാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? മിഴാവ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? പടയണിക്ക് തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലാണ് മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഒരു ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന കലാരൂപമാണ് പടയണി. അത് ഏറ്റവും പ്രധാനം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിൽ. അപ്പൊ പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? തപ്പ്. നമുക്കൊരു നീലമ്പേരൂർ പടയണി എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിലാണുള്ളത് കേട്ടോ. നീലമ്പേരൂർ പടയണി അവതരിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് അല്ലെ. ഈ കഥകളിയുടെ മറ്റു 2 പേരുകൾ ഏതൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. കഥകളിയുടെ ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം. ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ് കേട്ടോ. കപ്ലിങ്ങാടൻ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് കഥകളിയുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളി. കഥകളിയുടെ അടിസ്ഥാന മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളിയുടെ അടിസ്ഥാന മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ് അടിസ്ഥാന മുദ്രകളെ കുറിച്ച്. കഥകളിയുടെ ആദ്യകാല രൂപമല്ലേ രാമനാട്ടം ആണ്. രാമനാട്ടത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാനും, കഥകളിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ കോട്ടയം തമ്പുരാനുമാണ്. രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനും, കഥകളിയുടെ പിതാവ് ആരാണ്? രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനും, കഥകളിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ കോട്ടയം തമ്പുരാനുമാണ് പറയേണ്ടത്. ഈ രാമനാട്ടമാണ് പിന്നീട് കഥകളിയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ രാമനാട്ടം ഉടലെടുത്തത് എവിടാണ്? കൊട്ടാരക്കരയിലാണ് രാമനാട്ടം ഉടലെടുത്തത്. അപ്പൊ താമരശ്ശേരി ചുരത്തിന് വഴി കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവാണ് കരിന്തണ്ടനാണ് അല്ലെ. കരിന്തണ്ടനാണ്. വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ലക്കിടി. ഈ വയനാട് ജില്ലയിലല്ലേ നമ്മുടെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം? എവിടെ? വയനാട് ജില്ലയിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. അപ്പൊ കേരളത്തിന്റെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കേരളത്തിന്റെ കാപ്പി ഗവേഷണ കേന്ദ്രവും വയനാടാണ്, ചൂണ്ടേൽ. കേരളത്തിന്റെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടാണ്? ചൂണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. പഴശ്ശിരാജ സ്മാരകം വയനാടല്ലേ? ആണ്. പഴശ്ശിരാജ സ്മാരകം വയനാട് മാനന്തവാടി. പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ല്. പഴശ്ശിരാജ അണക്കെട്ട് കണ്ണൂര് വളപട്ടണം പുഴയില് അല്ലെ. പഴശ്ശിരാജ അണക്കെട്ട് എവിടാണ്? കണ്ണൂര് വളപട്ടണം പുഴയിലാണ്. എന്നാ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? ഇതെല്ലാം ഓർക്കാനാണ്. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. 1805 നവംബർ 30. പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ എന്തൊക്കെ? പുരളീശമൻ, കെട്ടിയോട്ട്
പുലിയൂട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ ആരാ കേരള സിംഹം എന്ന് വിളിച്ചത്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം, അദ്ദേഹത്തിന്റെ കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിൽ തന്നെയാണ് വിളിച്ചത് അല്ലെ പഴശ്ശിരാജയെ. രണ്ട് പഴശ്ശി കാലഘട്ടം ഓർമ്മയുണ്ടോ? 1793-97 ഒന്നാം പഴശ്ശി കാലഘട്ടം, 1800-805 രണ്ടാം പഴശ്ശി കാലഘട്ടം. 1793-97 ഒന്നാം പഴശ്ശി കാലഘട്ടം, 1800-805 രണ്ടാം പഴശ്ശി കാലഘട്ടം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം കാനഡ അല്ലെ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് വെച്ചാൽ ഇടുക്കി ആർച്ച് ഡാമിന്റെ സഹകരണവുമായി സഹകരിച്ച രാജ്യം ഏതാണ്? കാനഡ. കാനഡ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? കാനഡ ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം. കാനഡയാണ്. പിന്നെന്ത് പഠിക്കാം? കാനഡയുടെ ദേശീയ വിനോദമാണ് ഐസ് ഹോക്കി. കാനഡയുടെ ദേശീയ വിനോദം ഏതാണ്? ഐസ് ഹോക്കി. ലോകത്ത് ഏറ്റവും വേഗതയാർന്ന കളി ഏത് എന്ന് ചോദിച്ചാൽ ഐസ് ഹോക്കി പറയാം. ലോകത്തിലെ ഏറ്റവും വേഗതയാർന്ന കളി ഐസ് ഹോക്കിയാണ്. കാനഡയിൽ നിന്നല്ലേ നമ്മൾ ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഫെഡറൽ രാഷ്ട്രം ഇതൊക്കെ ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഏതൊക്കെ ലിസ്റ്റാണ്? യൂണിയൻ ലിസ്റ്റ് കടമെടുത്തത് കാനഡ, സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തത് കാനഡ, അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തത് കാനഡ, ഫെഡറൽ രാഷ്ട്രം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാ? കാനഡ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം ഏതാ? കാനഡ. ഇനി കൊല്ലം ജില്ലയിലെ ഒരു നീണ്ടകര ഫിഷറീസുമായി ബന്ധപ്പെട്ട് സഹകരിച്ച രാജ്യം ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്? നോർവേ. നീണ്ടകര ഫിഷറീസ് പ്രോജക്ട് ഏത് ജില്ല എന്നൊക്കെ ചോദിക്കുക. കൊല്ലമാണ്. നീണ്ടകര ഏത് ജില്ലയിലാണ്? തങ്കശ്ശേരി, നീണ്ടകര ഇതൊക്കെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. നീണ്ടകര പ്രോജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യം ഏതാ? നോർവേ. നോർവേ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഈ സമാധാനത്തിന് നമുക്ക് നോബൽ സമ്മാനങ്ങളിൽ ഒരു വിഷയം മാത്രം നോർവേക്കാർ കൊടുക്കും, ബാക്കി എല്ലാം നമ്മൾ കൊടുക്കുന്നത് സ്വീഡനാണ് അല്ലെ. നോബൽ സമ്മാനം ഒരു വിഷയം മാത്രം നോർവേക്കാർ കൊടുക്കും, ബാക്കി എല്ലാം സ്വീഡനാണ് കൊടുക്കുന്നത്. ഏത് വിഷയത്തിനാ? സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നോർവേ ആണ്. സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. നോർവേയുടെ തലസ്ഥാനം ഏതാണെന്നറിയാമോ? നോർവേയുടെ തലസ്ഥാനം ഓസ്ലോ. പാതിരാ സൂര്യന്റെ നാട് എന്ന് വിളിക്കുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട് ഏതാണ്? നോർവേ. ഉദയസൂര്യന്റെ നാട് ജപ്പാൻ, പാതിരാ സൂര്യന്റെ നാട് നോർവേ. അപ്പം സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. കോഴിക്കോട് ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ചൈനയാണ്. നമ്മുടെ ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് രണ്ടെണ്ണം ഉണ്ട്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാ. ഏതാ വരുന്നത്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. 1972 മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വരുന്നത് കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ. ഇത് ഉറുമി ജലവൈദ്യുത പദ്ധതി. അതുമായി സഹകരിക്കുന്ന രാജ്യം ചൈനയാണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് നമ്മൾ പഠിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടല്ലേ കീഴറിയൂർ ബോംബ് കേസ് നടന്നത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരം ഏതാണ്? കീഴറിയൂർ ബോംബ് കേസ്. 1942 കോഴിക്കോട് ഫറോക്ക് പാലം തകർക്കലാണ്. ഫറോക്ക് പാലം തകർക്കലുമായി ബന്ധപ്പെട്ടതാണ് കീഴറിയൂർ ബോംബ് കേസ്. ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിളിക്കുന്നത് KB മേനോനെയാണ്. കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധികേന്ദ്രം ആരാണ്? KB മേനോനാണ്. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഒരു ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. അപ്പൊ കോഴിക്കോടാണ് ഏത് നടന്നത്? കീഴറിയൂർ ബോംബ് കേസ് നടന്നത്. ഏത് വർഷമാണ്? 1942 കോഴിക്കോട്. കോഴിക്കോടല്ലേ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം? ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ചൈനയാണ്. ഇടുക്കി മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാ? ഇൻഡോസിസ് പ്രോജക്ട് എന്ന് തന്നെയല്ലേ അതീ പറയുന്നത്? മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രത്തെ നമ്മളെ ഇൻഡോസിസ് പ്രോജക്ട് അല്ലേ? സ്വിറ്റ്സർലൻഡ് അല്ലാതെ നിങ്ങൾ പഠിക്കും. നമ്മുടെ ഇന്ത്യയിൽ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം അല്ലെ. ഇന്ത്യയിൽ പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട വിപ്ലവം അല്ലേ ധവള വിപ്ലവം. ധവള
വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ചോദിച്ചാൽ ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ധവള വിപ്ലവത്തിന്റെ പിതാവാര വർഗീസ് കുര്യൻ അല്ലെ, മലയാളിയായ വർഗീസ് കുര്യൻ, കോഴിക്കോടുകാരനാ. അപ്പം വർഗീസ് കുര്യൻ ഏത് ജില്ലക്കാരൻ എന്ന് ചോദിച്ചാൽ മറന്നു പോരുത്, കോഴിക്കോടുകാരനാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ധവള വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയിലും ധവള വിപ്ലവം വരുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇതിന്റെ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് കേട്ടോ. അപ്പൊ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് 1970-ലാണ്. അപ്പൊ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ചോദിക്കും. ഓപ്പറേഷൻ ഫ്ലഡ് ഏത് വർഷമാണ്? 1970-ലാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടന്നത്. അപ്പം ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാ? സ്വിറ്റ്സർലൻഡ്. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ സഹകരിക്കുന്നത് സ്വിറ്റ്സർലൻഡ്. ഇവിടെ വികസിപ്പിച്ചെടുത്ത പശുവിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുള്ളത് സുനന്ദിനി. സുനന്ദിനി പശുവിനെ വികസിപ്പിച്ചെടുത്തത് ഏത് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലാണെങ്കിൽ മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രം. വെച്ചൂർ പശുവിന്റെ ജന്മനാട് എന്ന് ചോദിച്ചിട്ടുണ്ട്. വെച്ചൂർ പശു അത് കോട്ടയമാണ്. അപ്പം സുനന്ദിനി പശു വരുന്നത് മാട്ടുപ്പെട്ടിയിലും വെച്ചൂർ പശു വരുന്നത് എവിടെയാണ്? കോട്ടയം. ഈ ജേഴ്സി പശുവിന്റെ ജന്മനാടും LGSനൊക്കെ ചോദിക്കാം. ഇംഗ്ലണ്ടാണ്. ജേഴ്സി പശുവിന്റെ ജന്മനാട് ഇംഗ്ലണ്ട്, വെച്ചൂർ പശുവിന്റെ ജന്മനാട് കോട്ടയം, സുനന്ദിനി പശുവിന്റെ ജന്മനാട് മാട്ടുപ്പെട്ടി. അടുത്ത കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ് കൊച്ചിയിലത്. കൊച്ചി തുറമുഖവുമായി സഹകരിച്ച രാജ്യം ജപ്പാൻകാരാണ് കേട്ടോ. തുറമുഖവുമായി ബന്ധപ്പെട്ടത് ഏതാ? ജപ്പാൻ. ഇനി കൊല്ലം ജില്ലയിലെ ചവറയിലെ ഇന്ത്യൻ റയർ എർത്തുമായി സഹകരിച്ച രാജ്യം ഫ്രാൻസുകാരാണ്. റയർ എർത്തുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ്. അപ്പൊ ഇടുക്കിയുമായുള്ളത് കാനഡ, നീണ്ടകര നോർവേ അല്ലെ, നീണ്ടകര പ്രോജക്ട് നോർവേ, മാട്ടുപ്പെട്ടി ഏതായിരുന്നത്? സ്വിറ്റ്സർലൻഡ്, കൊച്ചി തുറമുഖം ജപ്പാൻ, കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്ക, ഉറുമി ജലവൈദ്യുത പദ്ധതി ചൈന, നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറയിലെ ഇന്ത്യൻ റയർ എർത്തുമായി സഹകരിച്ചത് ഫ്രാൻസുകാരാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ഇമ്പോർട്ടന്റ് ചോദ്യം, ഇതും പല പരീക്ഷയ്ക്ക് കണ്ടത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്ത ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം. ശ്രീമൂലവാസം ബുദ്ധമത ഇത് ആലപ്പുഴ ജില്ലയിലാണ്. മറന്നുപോരുത്. പ്രശസ്തമായ ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിക്കാം. ആലപ്പുഴയിലാണ്. ഗ്രാനൈറ്റിൽ തീർത്ത പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിൽ അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ബുദ്ധമത, ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രമെന്നും കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. മലനാടില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് അല്ലെ. മലനാടില്ലാത്ത ഏക ജില്ല ഏതാണ്? ആലപ്പുഴ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം, ലോകത്തിലെ തന്നെ ഏഷ്യയിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. ജലോത്സവങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ആലപ്പുഴയിലെ ആണ്. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കമണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കമണ്ടൊക്കെ ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലില്ല കേട്ടോ. അത് ചോദിക്കും. തോട്ടപ്പള്ളി സ്പിൽവേ ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കമണ്ട് ഏത് കായലില? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു? വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കോട്ടയം, ആലപ്പുഴ, എറണാകുളത്താണ് വേമ്പനാട്ട് കായൽ 3 ജില്ലയിൽ. വേമ്പനാട്ട് കായല് കുട്ടനാട്ടിൽ അറിയപ്പെടുന്നതല്ലേ, നമ്മൾ ആലപ്പുഴയിൽ അറിയപ്പെടുന്നതല്ലേ പുന്നമടക്കായൽ ആണ്. ഇവിടെയാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചാൽ ഏത് കായലിലാണ്? പുന്നമടക്കായൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഒഡീഷയിലെ ചിൽക്ക തടാകം പറയണം. ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ് പറയേണ്ടത് ഇന്ത്യയിൽ കേട്ടോ. അപ്പൊ ബുദ്ധ പ്രതിമ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ. അടുത്ത ഓക്കെ, കേരളത്തിലെ ജൈന ക്ഷേത്രങ്ങൾ, ഇതൊക്കെ LGSന് ഉറപ്പായിട്ട് വരുന്നതാ. കല്ലിൽ ജൈന ക്ഷേത്രം എറണാകുളം പെരുമ്പാവൂരാണ്. കല്ലിൽ ജൈന ക്ഷേത്രം എറണാകുളം പെരുമ്പാവൂർ. പുളിയാർമല ക്ഷേത്രം കൽപ്പറ്റ വയനാട്. പുളിയാർമല ക്ഷേത്രം കൽപ്പറ്റ വയനാട്. സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രമുണ്ട്. സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രം ഫേമസ് ആണ്. ജൈനിമേട് ജൈന ക്ഷേത്രം പാലക്കാട് ജില്ലയിലുണ്ട്. അപ്പൊ സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രം ഫേമസ്. പുളിയാർമല എപ്പോഴും ചോദിക്കും, അതും ജൈന ക്ഷേത്രമാണ്. കല്ലിൽ ജൈന ക്ഷേത്രം ഫേമസ് ആണ്, എറണാകുളം ജില്ലയിലാണ്. കല്ലിൽ ജൈന ക്ഷേത്രം എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കൊല്ലമാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? നമ്മുടെ കൊല്ലം. ഡിജിറ്റൽ പഞ്ചായത്ത് പള്ളിക്കൽ പറയാം. ഇനി ഡിജിറ്റൽ കണക്ടിവിറ്റി സമ്പൂർണ്ണമായി നേടി എന്ന് ചോദിച്ചാൽ പാമ്പാക്കുട പഞ്ചായത്തെ പറയാം കേട്ടോ. ആദ്യത്തെ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത്
പഞ്ചായത്ത് നെടുമങ്ങാടാണ്. അപ്പൊ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ കൊല്ലം, ഡിജിറ്റൽ പഞ്ചായത്ത് ചോദിച്ചാൽ പള്ളിക്കൽ, സമ്പൂർണ്ണ ഡിജിറ്റൽ കണക്ടിവിറ്റി നേടിയ പഞ്ചായത്ത് പാമ്പാക്കുട, ആദ്യ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നെടുമങ്ങാട്. അടുത്ത നോക്കാം, നല്ലൊരു ചോദ്യത്തിലേക്ക് വരിക. അടുത്തത് നോക്കേ, കേരളത്തിലെ സാംസ്കാരിക ഗാനമാണ് ജയ ജയ കോമള കേരള ധരണി. ജയ ജയ കോമള കേരള ധരണി എഴുതിയത് ബോധേശ്വരനാണ്. നമ്മുടെ ബോധേശ്വരൻ, സുഗതകുമാരിയുടെ ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം എഴുതിയത് ആരാണ്? ബോധേശ്വരൻ അല്ലെ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് മലയാളം എന്റെ ഭാഷ എന്ന് തുടങ്ങുന്നത്. അത് നമ്മുടെ MT വാസുദേവൻ നായരാണ് എഴുതിയത്. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള ധരണിയാണ്. അത് ബോധേശ്വരനാണ് എഴുതിയത്. ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ. വരിക വരിക സഹചര എഴുതിയത് ആരാ? വരിക വരിക സഹചര ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, ആ പാട്ട് എഴുതിയത് ഉള്ളൂരാണ്. കാക്കേ കാക്കേ കൂടവരുടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന വരി എഴുതിയത് ആരാണ്? ഉള്ളൂരാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതം അന്തരംഗം എന്ന് പറയുന്നത് അല്ലെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ, അതെഴുതിയത് വള്ളത്തോളാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതാൻ ഭാഷതാൻ, ഇതൊക്കെ എഴുതിയത് ആരാണ്? വള്ളത്തോളാണ്. വള്ളത്തോളിന്റെ മഹാകാവ്യം മറന്നുകൊണ്ട ചിത്രയോഗം കേട്ടോ. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാണ്? ചിത്രയോഗം. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളമാണ്. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം. മഹാകാവ്യം എഴുതാതെ മഹാകവി എഴുതിയത് മഹാകവി ആയത് നമ്മുടെ കുമാരനാശാനാണ് അല്ലെ. ഒത്തിരി കണ്ട കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയത്. നാലുകെട്ട്, നാലുകെട്ടല്ല, നാലുകെട്ട് MT വാസുദേവൻ നായരുടെ. വീണപൂവ്, കരുണ, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത അല്ലെ. ചിന്താവിഷ്ടയായ സീത, കരുണ, നളിനി, വീണപൂവ്, ചണ്ടാലു വിഷുകി, ഇതൊക്കെ ആരുടെയാണ്? കുമാരനാശാന്. കുമാരനാശാൻ ജനിച്ചത് എവിടാണ്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ അദ്ദേഹം ജനിക്കുന്നത്. സ്മാരകം തോന്നക്കല. തിരുവനന്തപുരം തോന്നക്കലാണ് കുമാരനാശാൻ സ്മാരകം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ ആദ്യത്തെ കൃതി നാലുകെട്ട്, ആദ്യത്തെ കൃതി വീണപൂവും അവസാനത്തെ കൃതി കരുണയുമാണ്. കുമാരനാശാന്റെ ആദ്യത്തെ കൃതി വീണപൂവും അവസാനത്തെ കൃതി ഏതാണ്? കരുണയുമാണ്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായർ. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ ലഭിക്കുന്നത് ആണ്. MT വാസുദേവൻ നായർക്ക് 95 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അല്ലെ. MT വാസുദേവൻ നായരുടെ ആദ്യത്തെ പുസ്തകമാക്കിയ നോവലാണ് നാലുകെട്ട് കേട്ടോ. ആദ്യത്തെ പുസ്തകമാക്കിയ നോവൽ ഏതാ? നാലുകെട്ട്. ഭീമനെ കേന്ദ്ര കഥാപാത്രം ഒക്കെ എഴുതിയത് രണ്ടാം ഊഴമാണ്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയത് രണ്ടാം ഊഴം. MTക്ക് വയലാർ അവാർഡ് നേടിയ കൃതി ഏത് എന്നൊക്കെ ചോദിച്ചാലും രണ്ടാം ഊഴം നിങ്ങൾ പറയണം കേട്ടോ. MTക്ക് വയലാർ അവാർഡ്. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരനൊക്കെ MT ആണ് കേട്ടോ. MT ആണ്. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ എഴുതിയത് M മുകുന്ദനാണ്. നൃത്തം. മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം M മുകുന്ദന്റെയാണ്. ഓക്കെ. അടുത്ത ഓക്കെ, ഓണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സംഘകാല കൃതി ഏത്? പല പരീക്ഷയ്ക്കും ചോദിച്ചു കേട്ടിട്ടുണ്ട്. മധുരൈ കാഞ്ചി കേട്ടോ. മധുരൈ കാഞ്ചി. മാങ്കുടി മരുതനാർ എന്ന് പറയുന്ന ഒരു പ്രശസ്ത വ്യക്തിയാണ് ഇത് എഴുതിയത്. അപ്പൊ ഓണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മാങ്കുടി മരുതനാർ എഴുതിയത്. ഓണം ദേശീയോത്സവമായത് 1961 മുതലാണ്. പട്ടം താണുപിള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയല്ലേ പട്ടം താണുപിള്ള. കേരളം ഓണം ദേശീയോത്സവമായ വർഷം എന്നാണ് 61. പട്ടം താണുപിള്ളയാണ് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. വേറെ എടുത്ത് കേട്ടിട്ടുണ്ടല്ലോ പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ് പറയേണ്ടത്. തിരുവോണ ദിവസം അവധിയുള്ള ഒരു സംസ്ഥാനമുണ്ട്, മിസോറാം. കേരളത്തിന്റെ കർഷക ദിനം ചിങ്ങം 1 കേരളത്തിന്റെ കർഷക ദിനം എന്നാണ് ചിങ്ങം 1. ഇന്ത്യയുടെ കർഷക ദിനം എന്നാ ഡിസംബർ 23. ഇന്ത്യയുടെ കർഷക ദിനം എന്നാണ് ഡിസംബർ 23 ഇന്ത്യയുടെ കർഷക ദിനം. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? ആറന്മുള. ചോദിച്ചതാ, LGS ചോദിച്ചതാ. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. സുഗതകുമാരിയുടെ ജന്മനാട് ആറന്മുളയല്ലേ. അപ്പം പൈതൃക കേന്ദ്രമെന്നും കേരളത്തിന്റെ പൈതൃക കേന്ദ്രം ആറന്മുളയാണ്. വാസ്തു
വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയാണ്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ്. സുഗതകുമാരിയുടെ ജന്മനാട് എവിടെയെന്ന് ചോദിച്ചാൽ ആറന്മുള. ആറന്മുള ലോഹ കണ്ണാടിയൊക്കെ ഫേമസ് അല്ലേ? ലോഹ കണ്ണാടിയൊക്കെ ഫേമസ്. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴയിലാണ്. അതുപോലെ അമ്പലപ്പുഴയിലാണ് ആദ്യത്തെ ലൈബ്രറി വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല വരുന്നത് ആലപ്പുഴയ്ക്ക് അടുത്തുള്ള അമ്പലപ്പുഴ താലൂക്കിലാണ് ആദ്യത്തെ ഗ്രന്ഥശാല വരുന്നത്. ആരാ? കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാ? P.N. പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? P.N. പണിക്കർ. ആദ്യമായി ഗ്രന്ഥശാല കൊണ്ടുവരുന്നത് അമ്പലപ്പുഴയിലാണ്. ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായ ജൂൺ 19 പറയുന്നത് അല്ലെ? അപ്പൊ P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ഏത് ദിനമാണ്? ജൂൺ 19 ആണ് വായനാ ദിനമായിട്ട് പറയുന്നത്. ജൂൺ 21 യോഗാ ദിനമാണ് കേട്ടോ. ജൂൺ 21 ഏത് ദിനമാണ്? യോഗാ ദിനം. കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂര്. ആദ്യത്തെ ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി അവിടെ എഴുതേണ്ട, അതായത് തിരിഞ്ഞുപോയി, കോഴിക്കോട് ജില്ലയിലാണ് ആദ്യത്തെ ഡിജിറ്റൽ മുനിസിപ്പാലിറ്റി വരുന്നത്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് ചോദിച്ചാൽ വയനാട്. പക്ഷെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി, ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ, ഏക ഗ്രാമം മുത്തങ്ങ. അപ്പൊ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി താലൂക്ക്, പഞ്ചായത്ത് ചോദിച്ചാൽ നൂൽപ്പുഴ, ഗ്രാമം ചോദിച്ചാൽ മുത്തങ്ങ. അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമം ഏതാ? മുത്തങ്ങ. ഗ്രാമപഞ്ചായത്ത് ഏതാ? നൂൽപ്പുഴ പഞ്ചായത്ത്. ഏക താലൂക്ക് ഏതാ? സുൽത്താൻ ബത്തേരി. ജില്ല ചോദിച്ചാൽ വയനാടാണ്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരല്ലയുടെ ഗണപതി വട്ടം എന്ന് വിളിക്കുന്നത്. ഗണപതി വട്ടം എന്ന് വിളിക്കുന്നത്. അടുത്തത് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം അല്ലേണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും പാലക്കാട് ചുരമാണ്. NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. ഇനി താമരശ്ശേരി ചുരത്തിലൂടെ ആകുമ്പോൾ NH 766 ആണ് കടന്നു പോകുന്നത്. അപ്പൊ NH 544 പാലക്കാട് ചുരം. താമരശ്ശേരി ചുരത്തിലൂടെ NH 766. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്നത് NH 744. NH 744. പുനലൂർ ചെങ്കോട്ട എന്നല്ലേ ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്? പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരത്തിലൂടെ NH 744. മറ്റേത് 766. പാലക്കാട് ചുരമാകുമ്പം 544. ഇതെന്താണെന്ന് പറയാം. ബോഡി നായ്ക്കന്നൂർ ചുരമുണ്ട്, അറിയാമോ? ഇടുക്കിയെ മധുര. അത് അടുത്തത് എഴുതി വരുന്നുണ്ട് ചുരം എന്താണെന്ന്. അപ്പൊ കണക്ട് ചെയ്ത് എഴുതരാം. ബോഡി നായ്ക്കന്നൂർ എന്ന് പറയുന്നത് ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അത് NH 85 ആണ് അതിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ആദ്യത്തെ റോഡ് തുരങ്കം ഇപ്പൊ നമുക്ക് വന്നില്ലേ? കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കം ഏതാ? തൃശ്ശൂരിലെ കുതിരാൻ തുരങ്കം. ഇത് NH 544 ആണ് ഇതിലൂടെ കടന്നു പോകുന്നത്. കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. കുതിരാൻ തുരങ്കം ഏത് ജില്ല എന്നൊക്കെ ചോദിക്കാം. തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം തന്നെയാണ്. ഏറ്റവും വലിയ ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ചുരം ഏതാ? അരുവായ്മൊഴി ചുരം. തിരുനെൽവേലിയെ ബന്ധിപ്പിക്കുന്ന അരുവായ്മൊഴി ചുരം. കേരളത്തിലെ വടക്കേറ്റത്തെ ചുരം ഏതാ? ആലട്ടി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാ? താമരശ്ശേരി ചുരം. അപ്പൊ വലിയ ചുരം പാലക്കാട്, വടക്കേറ്റത്തത് ആലട്ടി ചുരം, തെക്കേറ്റത്തത് അരുവായ്മൊഴി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം ഏതാണ്? താമരശ്ശേരി ചുരം. ഇനി കുറച്ചതാ ഇമ്പോർട്ടന്റ് സ്റ്റേഡിയം നോക്കേ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിൽ സ്റ്റേഡിയം ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലം ജില്ല. അദ്ദേഹത്തിന്റെ കരാർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? താഷ്കന്റ് കരാർ. 1966 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട താഷ്കന്റ് കരാർ ആരുടെ ആയിരുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയാണ്. അപ്പം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ താഷ്കന്റ് കരാർ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെയാ? ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് പറഞ്ഞത് നമ്മുടെ AV വാജ്പേയി ആണ് കേട്ടോ. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ അത് AV വാജ്പേയി. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി. അതൊക്കെ ചിലപ്പോൾ LGS കയറി വന്നാലോ. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നമ്മുടെ എറണാകുളം കല്ലൂര്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എറണാകുളത്ത് തന്നെയാണ്. ജിമ്മി ജോർജിന്റെ പേരിൽ സ്റ്റേഡിയം ഉള്ളത് തിരുവനന്തപുരമാണ്.
സ്റ്റേഡിയമാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയം എവിടെ? തിരുവനന്തപുരം. വി കെ കൃഷ്ണമേനോൻ സ്റ്റേഡിയം കോഴിക്കോടുണ്ട്. വി കെ കൃഷ്ണമേനോൻ സ്റ്റേഡിയം എവിടെയാണ്? കോഴിക്കോട്. വി കെ കൃഷ്ണ അയ്യർ കൃഷ്ണ അയ്യർ സ്റ്റേഡിയം കണ്ണൂര്. EMS സ്റ്റേഡിയം കാസർഗോഡ്. ആലപ്പുഴയിലും EMSന്റെ പേരിൽ സ്റ്റേഡിയം. ഇതൊക്കെ LGSന് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം. പോലീസിന്റെ അധീനതയിലുള്ള കേരളത്തിലെ സ്റ്റേഡിയം ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഒളിമ്പ്യൻ സുരേഷ് ബാബുവിന്റെ പേരിൽ സ്റ്റേഡിയം ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം കൊല്ലം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നമ്മുടെ തിരുവനന്തപുരത്താണ്. IM വിജയൻ സ്റ്റേഡിയം തൃശ്ശൂരുണ്ട്. IM വിജയൻ സ്റ്റേഡിയം തൃശ്ശൂർ. കേരളത്തിൽ കോൾ നിലങ്ങൾ ഉള്ളത് 2 ജില്ലയിലാണ്. തൃശ്ശൂരും മലപ്പുറത്താണ് കോൾ നിലങ്ങൾ ഉള്ളത്. അതായത് നെല്ലുൽപാദന മേഖലയാണ് കോൾ നിലങ്ങൾ എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് ഇവ. 0.5 മീറ്റർ മുതൽ 1 മീറ്റർ താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 0.5 മുതൽ 1 മീറ്റർ താഴ്ചയിൽ സമുദ്രനിരപ്പിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അതാണ് കോൾ നിലങ്ങൾ എന്ന് വിളിക്കുന്നത്. നെല്ലുൽപാദന മേഖല പ്രധാനമായും 2 ജില്ലകളിലെ കോൾ നിലങ്ങൾ ഉള്ളത് തൃശ്ശൂരും മലപ്പുറത്തുമാണ്. ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് പൊക്കാളി കൃഷിയാണ്. പൊക്കാളി കൃഷി എന്ന് പറയുന്ന ഒരു നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഏതാണ്ട് നല്ലൊരു 2 പോയിന്റ്. കേരളത്തിൽ 2 ജിയോളജിക്കൽ സ്മാരകങ്ങളുണ്ട്. ഏതൊക്കെയെന്ന്? കേരളത്തിൽ 2 ജിയോളജിക്കൽ സ്മാരകം. ഒന്ന്, ആദ്യമായി ജിയോളജിക്കൽ സ്മാരകമായിട്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് മണ്ണിനെയും രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് വർക്കല ക്ലിഫിനെയുമാണ്. അപ്പൊ കേരളത്തിലെ പ്രഖ്യാപിക്കാൻ പോകുന്നതുള്ളത് കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ്. രണ്ടാമത്തേത് ഏതാണ്? വർക്കല ക്ലിഫ്. അതൊന്ന് പഠിച്ചിട്ട് കയറണേ. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. അതും ചോദിക്കാം. ഇന്ന ക്ഷേത്രം ഇന്നത്. ഈ അടുത്ത കാലത്ത് ഇത് ചോദിച്ചായിരുന്നു. കൂടൽമാണിക്യ ക്ഷേത്രം ഏത് ജില്ലയിൽ നിന്ന്? LGS പരമായ ചോദ്യങ്ങൾക്ക്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചേരെ. മണ്ണാറശാല ആലപ്പുഴയിൽ. ചെട്ടികുളങ്ങര കുംഭഭരണി. ചെട്ടികുളങ്ങര ഭരണി നാളിൽ നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം കുംഭഭരണി. ഈ കുംഭഭരണി അതും ഒക്കെ പഠിക്കണം. മീനഭരണി വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് കുംഭഭരണി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അർത്തുങ്കൽ പള്ളി. ചക്കുളത്ത് ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ആലപ്പുഴ ജില്ലയിലാണ്. അപ്പം ആലപ്പുഴ ജില്ലയിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി. ചക്കുളത്ത് ക്ഷേത്രം. ചക്കുളത്ത് ചിലവർ പത്തനംതിട്ട എന്ന് പറഞ്ഞാണ്. അല്ല, ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ആർത്തുങ്കൽ പള്ളി, ഹരിപ്പാട്, ചെട്ടികുളങ്ങര, മണ്ണാറശാലയൊക്കെ ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലാണ് മലയാലപ്പുഴ ദേവി ക്ഷേത്രം ഫേമസ് ആണ്. കൊടുമൺ ഒരു ചിലന്തി ക്ഷേത്രം. ചിലന്തി ഇനി കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം കൊടുമൺ പത്തനംതിട്ട ജില്ലയിൽ. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. മരാമൺ കൺവെൻഷൻ പത്തനംതിട്ടയിലാണ്. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം പത്തനംതിട്ട ാണ്. ശബരിമല പത്തനംതിട്ടയിലാണ്. പരുമലപ്പള്ളി പത്തനംതിട്ടയിലാണ്. ആറന്മുള പത്തനംതിട്ടയിലല്ലേ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ. LGS ഇതൊന്ന് നോക്കിയിട്ട് പോണേ. അടുത്ത ജില്ല നോക്കേ. കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ചുറ്റമ്പലമില്ലാത്ത ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കൊല്ലത്താണ്. പിന്നെ ഈ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി എടുക്കുന്ന കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രം ഒന്ന് കേട്ടിട്ടില്ലേ? കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം, ശകുനിയുടെ ക്ഷേത്രമായ പവിത്രേശ്വരം മലനട ക്ഷേത്രം. പവിത്രേശ്വരത്തിലെ മലനട ക്ഷേത്രം. 2 മലനടയുണ്ട്. പവിത്രേശ്വരം മലനട ക്ഷേത്രം ഏക ശകുനി ക്ഷേത്രം. ശകുനി ക്ഷേത്രം അവിടെ ഉണ്ട്. അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അതുപോലെ ഇപ്പം ഫേമസ് ആയ ഒരു ക്ഷേത്രം കൊല്ലം ജില്ലയിൽ കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം. മണി കെട്ടുന്നതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേരെ. കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. അതുപോലെ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട. ദുര്യോധന ക്ഷേത്രം മലനട. കുണ്ടറ വിളംബരം നടന്ന ഇളമ്പള്ളൂർ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. എന്നാ കുണ്ടറ വിളംബരം 1809 ജനുവരി 11. വേലുത്തമ്പി തളവയല്ലേ ഇളമ്പള്ളൂർ ക്ഷേത്രം. പിന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊല്ലം ജില്ലയിലല്ലേ. പുറ്റിങ്ങൽ വെടികെട്ട് ദുരന്തം നടന്ന ക്ഷേത്രമില്ലേ, പുറ്റിങ്ങൽ വെടികെട്ട് ദുരന്തം, അതും കൊല്ലം ജില്ലയിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. കോട്ടയത്താണ് 7.5 പൊന്നാന അരങ്ങേറുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം. 7.5 പൊന്നാന അരങ്ങേറുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം. പിന്നെ നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം ക്ഷേത്രം കോട്ടയത്തല്ലേ. എരുമേലി വാവരുവള്ളി. ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ എരുമേലി കയറിയിട്ടല്ലേ പോകുന്നത്. എരുമേലി ക്ഷേത്രം, വാവരുവള്ളി. ഈ ചന്ദനക്കുട മഹോത്സവം ഒക്കെ നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദനക്കുട മഹോത്സവം കോട്ടയം
ജില്ലയിലെ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഏതാണെന്നറിയാമോ? ഇടുക്കി ജില്ലയിലാണ്. മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. കോട്ടയം ജില്ലയിലെ ക്ഷേത്രമല്ല, കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. അതെവിടെയാണ്? ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് ഏക വാമനൻ ക്ഷേത്രമായ തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കര, മലയാറ്റൂർ പള്ളി, ചോറ്റാനിക്കര ക്ഷേത്രം, ചോറ്റാനിക്കര മകം തൊഴൽ കേട്ടിട്ടുണ്ടോ? ചോറ്റാനിക്കര, തിരുവായിരാണിക്കുളം ക്ഷേത്രം, ആലുവ ശിവരാത്രി, മട്ടാഞ്ചേരി, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജൂതപ്പള്ളി മട്ടാഞ്ചേരി, ഇതൊക്കെ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. തൃശ്ശൂരാണ് കൊടുങ്ങല്ലൂർ പള്ളി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും കൊടുങ്ങല്ലൂരാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളി എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ഭരണി നമ്മൾ കേട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണി മീനഭരണിയാണ്. ചെട്ടികുളങ്ങര ഭരണി കുംഭഭരണിയും കൊടുങ്ങല്ലൂർ ഭരണി മീനഭരണിയാണ്. വടക്കുന്നാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ഇത് ചോദിച്ചു. കൂടൽമാണിക്യ ക്ഷേത്രം ഭരതക്ഷേത്രമാണ്. ഇത് ഇരിങ്ങാലക്കുട. തിരുവില്ലുവാമല, ഇതൊക്കെ എവിടെയാണ്? തൃശ്ശൂർ ക്ഷേത്രത്തിലാണ്. പാലക്കാടാണ് കൽപ്പാത്തി രഥോത്സവം ഫേമസ്. കൽപ്പാത്തി രഥോത്സവം. നെന്മാറ വേല നടക്കുന്ന ക്ഷേത്രം. നെന്മാറ വേല എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട്. ഒത്തിരി ഉണ്ട്, ഏറ്റവും ഫേമസ് ഇത് എഴുതിയെന്നേ ഉള്ളേ. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ മാമാങ്കം നടന്നിരുന്ന തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രം, കാടാമ്പുഴ ക്ഷേത്രം, തിരുമാണ്ടാംകുന്ന് ചോദിച്ച ക്വസ്റ്റ്യന്, തിരുമാണ്ടാംകുന്ന് ക്ഷേത്രം, ഇതൊക്കെ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോടാണ് തളി ക്ഷേത്രം, ലോകനാർക്കാവ് ക്ഷേത്രം, ഇതൊക്കെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്, ഏറ്റവും ഫേമസ് മാത്രമേ എഴുതിയിട്ടുള്ളേ. വയനാടാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി, പുളിയാർമല ജൈനക്ഷേത്രം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം, ഇത് ചോദിച്ചിട്ടുണ്ട്. ആദിവാസികളുടെ പ്രധാന ആചാരം നടക്കുന്ന വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. കണ്ണൂരാണ് പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, മാടായിപ്പള്ളി. പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, മാടായിപ്പള്ളി. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം, തലശ്ശേരിയിലെ തിരുവങ്ങാട് ക്ഷേത്രം, ഇതൊക്കെ കണ്ണൂർ ക്ഷേത്രങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലാണ് കായൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രം, മല്ലികാർജുന ക്ഷേത്രം. കായൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അനന്തപുരം ക്ഷേത്രം കാസർഗോഡാണ്. മല്ലികാർജുന ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ക്ഷേത്രങ്ങൾ, ഇനി ക്ഷേത്രങ്ങളുണ്ട്. ഇതുപോലെ ഓരോ സെക്ഷൻ തിരിച്ച് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് അതൊന്ന് റിവിഷൻ നടത്തണം. ടോപ്പിക് അനുസരിച്ചും കൂടെ പോകണേ. ഇത് കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പലരും പറഞ്ഞു സാറേ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ ഒന്ന് റിവിഷൻ നടത്തി തരണേ, സ്കൂൾ ടെസ്റ്റ് കൊണ്ടുവരണേന്ന്. അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ടെസ്റ്റ് റിവിഷൻ നടത്താം. പുതിയ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കൊണ്ടുവരാം അടുത്ത ക്ലാസ്സിൽ. ആ കമന്റുകൾ കണ്ടപ്പോൾ നോക്കി. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ പ്രധാനമായും നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്, അതിനനുസരിച്ച് കൊണ്ടുപോകും. പിന്നെ ഈ മാർക്ക് നോക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങളാണ് 20ഓളം മാർക്കിന് വരുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് കേരളത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, തരാം, ആഴ്ചോറും നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവിധ ആശംസകളും. മുന്നോട്ട് ഉള്ള യാത്രകളിൽ നല്ലവണ്ണം പോയിരുന്നെങ്കിൽ പഠിക്കണേ കേട്ടോ. കുറച്ചു നേരം ക്ലാസ് കേൾക്കുക, ബാക്കി ടോപ്പിക് അനുസരിച്ച് കൃത്യമായി പഠിച്ച് റിവിഷൻ കൊണ്ടുവരിക. കിട്ടും, നിങ്ങൾക്ക് കിട്ടാതെ പിന്നെ എവിടെ പോകാനാണ്. സന്തോഷത്തോടെ പഠിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. എന്ത് നെഗറ്റീവ് വന്നാലും മുന്നോട്ട് പോവുക, പഠിക്കുക. വേറെ ഒരു ജോലി കിട്ടുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മാറും. ഓക്കെ, എല്ലാവിധ ആശംസകളും. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.